ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ തിരുവചനം ധ്യാനിപ്പാൻ നമുക്ക് കർത്താവ് ഒരവസരം കൂടി തന്നിരിക്കുന്നു. നാം പലപ്പോഴും ദൈവവചനം കേൾക്കുന്നവരും യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കുന്നവരുമാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മനുഷ്യൻ ഏറ്റവും അധികം കരുതേണ്ടത് അവൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ദാനമായിരിക്കുന്ന ആത്മാവിനെ കുറിച്ചാണ്. മനുഷ്യനിന്ന് അല്പം പോലും ചിന്തിക്കാതെ കടന്നു പോകുന്ന ഒന്നാണ് ആത്മാവിൻ്റെ നിത്യത, ആത്മാവിൻ്റെ രക്ഷ. മരണത്തിനപ്പുറം യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തിൽ എത്തണമെന്നുള്ള ആ വലിയൊരു നിഷ്ഠയും നിർണയവും അതിനുവേണ്ടിയുള്ള ഒരു ദാഹവും പ്രയത്നവും ഇന്ന് അനേകരുടെ ജീവിതത്തിൽ കുറഞ്ഞു പോയിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം പറയും, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. തലമുറകൾ കടന്നു വരുമ്പോൾ നാം കാണുന്നൊരു യാഥാർത്ഥ്യമാണത്. ഭക്തന്മാരില്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നൊരു കാലയളവ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു, മനുഷ്യൻ എക്കാലത്തും നിത്യതയ്ക്ക് വേണ്ടി ആത്മാവിനെ കരുതലുള്ളവനായി ജീവിക്കണമെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായി പഠിപ്പിക്കുകയും കർത്താവ് വന്നതിൻ്റെ പ്രധാനമായ ഉദ്ദേശം അത് തന്നെയാണ്. മനുഷ്യൻ ഈ ലോകത്തിലെ ഏതെങ്കിലും അത്ഭുതങ്ങൾ ചെയ്തു കൊടുക്കുവാനോ രോഗം മാറ്റുവാനോ മനുഷ്യൻ്റെ പട്ടിണി മാറ്റുവാനോ മാത്രമല്ല കർത്താവായ യേശുക്രിസ്തു വന്നത്. യേശുക്രിസ്തു ഭൂമിയിൽ ഉടലെടുത്തതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം പാപിയായ മനുഷ്യനെ പാപമരണത്തിൽ നിന്ന് വിടുവിച്ച് അവൻ്റെ ആത്മാവിനെ നിത്യ സൗഭാഗ്യത്തിലേക്ക് കരകയറ്റുക എന്നുള്ളതാണ്. ആദിമ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ സ്വർഗീയ സന്തോഷവും ആത്മാവിൻ്റെ രക്ഷയും മടക്കി കൊടുക്കുവാനാണ് കർത്താവായ യേശുക്രിസ്തു വന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഇടുക്കുവാതിലിലൂടെ അകത്ത് കടപ്പീൻ. കർത്താവ് പറയുകയാണ്, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. മനുഷ്യനെ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. മനുഷ്യൻ കടക്കേണ്ട വാതില് അത് ഇടുക്കമുള്ളതാണെന്ന് കർത്താവ് പറഞ്ഞു. ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പീൻ. അതിനോട് ചേർന്ന് തൊട്ട് കർത്താവ് പിന്നെയും പറയുകയാണ്, വായിക്കാം. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. കർത്താവ് പറയുകയാണ്, നാശത്തിലേക്ക് പോകുന്ന ഒരു വാതിലുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അത് വീതിയുള്ളതും അതിൻ്റെ വഴി വിശാലവുമാണ്, അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ആ വഴിയുടെ പ്രത്യേകത കർത്താവ് പറയുകയാണ്, ആ വാതില് വീതിയുള്ളതാണ്, വഴി വിശാലമായതാണ്. മാത്രമല്ല അതിൽ കൂടി യാത്ര ചെയ്യുന്നവര് അനേകരാണ്. ബഹുഭൂരിപക്ഷം പേരും യാത്ര ചെയ്യുന്ന ഒരു വഴിയാണ്, ഒരു വാതിലാണ് നാശത്തിലേക്കുള്ള വഴി. ദൈവത്തിന്റെ സ്തോത്രം. യേശു നമ്മെ ഓർപ്പിക്കുകയാണ്, 2 തരം വഴികളുണ്ട് മനുഷ്യന്റെ മുമ്പിലെന്ന്. മനുഷ്യന്റെ ആത്മാവ് ചെന്നു പറ്റാനിടയുള്ള 2 സ്ഥലങ്ങളുണ്ട് എന്ന്. ഒരു മനുഷ്യന് ഒരിക്കലും 2 അനുഭവത്തിൽ ചെന്നു പറ്റാൻ കഴിയുകയില്ല. ഏതെങ്കിലും ഒരു അനുഭവമേ ഒരു മനുഷ്യന്റെ ആത്മാവിന് പ്രാപിക്കാൻ കഴിയുള്ളൂ. അതാണ് കർത്താവ് നമ്മെ ഓർപ്പിച്ചത്, ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും, അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ദൈവത്തിന്റെ സ്തോത്രം. 2 വഴിയുണ്ട് എന്നാണ് കർത്താവ് നമ്മെ ഇവിടെ ഓർപ്പിക്കുന്നത്. മനുഷ്യന്റെ മുമ്പിൽ എപ്പോഴും 2 ചോയ്സുകൾ ദൈവം വെച്ചിട്ടുണ്ട്. മനുഷ്യന് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യത്തോടെയാണ് മനുഷ്യനെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ആവർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, അനുഗ്രഹവും ശാപവും ജീവനും മരണവും നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവർ, ഏത് വേണമെങ്കിലും മനുഷ്യന് തിരഞ്ഞെടുക്കാം. എന്നാൽ ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ജീവന്റെ വഴി തിരഞ്ഞെടുക്കണം. നാം ആ ഇടുക്കമുള്ള വഴിയിലൂടെ സഞ്ചരിച്ച് ഞെരുക്കമുള്ള വാതിലിലൂടെ കടന്ന് നിത്യതയിൽ എത്തണമെന്നാണ് യേശുക്രിസ്തു നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ട നാളുകളായി വചനം കേൾക്കുന്ന നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് നമുക്ക് പറയാൻ കഴിയുമോ, ഞാൻ ഏത് വഴിയിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്, എൻ്റെ ലക്ഷ്യം എന്താണെന്ന്? ദൈവത്തിന്റെ സ്തോത്രം. നാശത്തിലേക്കുള്ള വഴിയിൽ അനേകർ പോകുന്ന ആ പാതയിലൂടെയാണോ ഞാൻ പോകുന്നതെന്ന്? എല്ലാവരും ജീവിക്കുന്നത് പോലെയാണോ ഞാൻ ജീവിക്കുന്നതെന്ന്? എല്ലാവരും പോകുന്ന വഴിയിലൂടെയാണോ ഞാൻ പോകുന്നതെന്ന്? ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇടുക്കമുള്ള വാതില്
അതിലൂടെ കടക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. എന്നാൽ കർത്താവ് പറയുന്നു, വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കടക്കുന്നവർ അനേകരുമാകുന്നു. ദൈവമക്കളെ, നാം ഓരോരുത്തരും നമ്മുടെ ആത്മാവ് ഏത് പാതയിലാണ്, ഏത് വഴിയിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്, ഇതിന്റെ അന്ത്യം എവിടെയാണെന്ന് നാം ചിന്തിക്കേണ്ടതാണ് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് അതിന്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ചേർത്ത് പറയുകയാണ്, ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ആത്മാവിന്റെ രക്ഷ, നിത്യതയിലേക്കുള്ള പാത, മനുഷ്യ ആത്മാവിന്റെ വീണ്ടെടുപ്പ്, കർത്താവ് പറയുകയാണ്, ആ ജീവങ്കലേക്ക് പോകുന്ന വാതില് ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളതാണ്. അത് കണ്ടെത്തുന്നവര് ചുരുക്കമാണെന്ന് മുമ്പ് നാം കേട്ടു. ആ വിശാലമായ വഴിയിലൂടെ, വീതിയുള്ള വാതിലിലൂടെ യാത്ര ചെയ്യുന്നവര് അനേകരാണെന്ന്. എന്നാൽ കർത്താവ് പറയുകയാണ്, ജീവങ്കലേക്ക് പോകുന്ന വാതില്, ആ വാതിൽ ഇടുക്കവും ഞെരുക്കവുമുള്ളതാണ്. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. പ്രിയപ്പെട്ടവരെ, വളരെ ചുരുക്കം പേര് കണ്ടെത്തുന്ന ഒരു മഹത്വകരമായ വഴിയെക്കുറിച്ചാണ് കർത്താവോട് ഓർപ്പിച്ചിരിക്കുന്നത്. ബഹുഭൂരിപക്ഷം ജനങ്ങളും നാശത്തിലേക്കുള്ള വീതിയുള്ള വിശാലമായ വഴിയിലൂടെ സഞ്ചരിച്ച് നിത്യ അന്ധകാരത്തിൽ ചെന്നു പറ്റുമ്പോൾ, ഒരു ന്യൂനപക്ഷം എക്കാലത്തും പ്രിയപ്പെട്ടവരെ ഇടുക്കവും ഞെരുക്കവുമുള്ള വഴി തിരഞ്ഞെടുത്ത് യേശുക്രിസ്തുവിന് വേണ്ടി നോക്കിപ്പാർത്ത് ജീവിക്കുന്ന വിശുദ്ധന്മാർ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എണ്ണം കൂടിയും കുറഞ്ഞുമിരിക്കും. പ്രിയപ്പെട്ടവരെ, തലമുറകൾ മറിഞ്ഞു വരുമ്പോൾ മനുഷ്യന് വിശ്വാസം കുറഞ്ഞു പോകുന്നു, ആത്മാവിനെ കുറിച്ചുള്ള കരുതൽ കുറഞ്ഞു പോകുന്നു. രക്ഷ എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു വിഷയമല്ലാതായി തീർന്നിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആത്മീയ പ്രസ്ഥാനങ്ങളും സുവിശേഷ വേലകളും സുവിശേഷകന്മാരുമെല്ലാം വളരെയേറെ കൂടിയിരിക്കുന്നതും, പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ ജ്ഞാനത്തിൻ്റെ വചനങ്ങൾ നാം പലപ്പോഴും കേൾക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ ആത്മാവിൻ്റെ രക്ഷയെക്കുറിച്ച് കരുതലുള്ളവരായി തീരുന്നില്ല. അല്ലെങ്കിൽ ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ, തൻ്റെ പാപവഴികളോട് യാത്ര പറഞ്ഞ് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ തന്നെത്താൻ സമർപ്പിക്കുന്നവര് കുറവാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. യേശു പറഞ്ഞു, ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കമുള്ളതാണ്, അത് കണ്ടെത്തുന്നവര് ചുരുക്കമാണെന്ന്. ദൈവമക്കളെ, ഞാൻ എളിമയോടെ ചോദിക്കട്ടെ, എനിക്കും നിങ്ങൾക്കും ഈ ഇടുക്കമുള്ള വഴി കണ്ടെത്തുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ? നമ്മുടെ ആയുസ്സിൽ എന്തെങ്കിലും നാം ഇടുക്കമുള്ള വഴി കണ്ടെത്തിയെന്ന് പറയാൻ നമുക്കിപ്പോൾ പ്രാഗൽഭ്യമുണ്ടോ പ്രിയപ്പെട്ടവരെ? അതോ നാം ഈ ലോകത്തിൻ്റെ വഴികളിലൂടെ, ലോകം ഒഴുകിക്കൊണ്ടിരിക്കുന്ന വഴികളിലൂടെ, മദ്യപാനത്തിൻ്റെ വഴികളിലൂടെ, അശുദ്ധ ജീവിതത്തിൻ്റെ വഴികളിലൂടെ, സിനിമ കമ്പത്തിൻ്റെ പിന്നാലെ, പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ഇഷ്ടം പോലെ ജീവിക്കുന്ന, ഒന്നിനും ഒരു നിയന്ത്രണമില്ലാതെ ജീവിക്കുന്ന, കുത്തഴിഞ്ഞ ജീവിതം നയിക്കുന്ന ഈ തലമുറയുടെ നടുവിൽ നാം വേറിട്ടൊരു ജീവിതം നയിക്കുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമുള്ളത്, അത് കണ്ടെത്തുന്നവര് ചുരുക്കമത്രേ. ദൈവത്തിന് സ്തോത്രം. ഒഴുവരിയിലൂടെ പ്രിയപ്പെട്ടവരെ ധാരാളം ആളുകൾ സഞ്ചരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് വിശാലമായ വഴിയാണ്, അനേകർ പോകുന്ന പാതയാണ്. എന്നാൽ ജീവങ്കലേക്ക് പോകുന്ന വഴി, അത് വാതിൽ ഇടുക്കമുള്ളതാണ്, വഴി ഞെരുക്കമുള്ളതാണ്. അതിലെ ഒരു ന്യൂനപക്ഷം മാത്രമേ എക്കാലത്തും യാത്ര ചെയ്തിട്ടുള്ളൂ. ഇന്നും പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയൊരു ന്യൂനപക്ഷം, ദൈവത്തിൻ്റെ വചനം പറയും, ഇസ്രായേലിൻ്റെ സംഖ്യ കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ഒരു ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന്. ദൈവമക്കളെ, എക്കാലത്തും ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നതാണ്, ഒരു ശേഷിപ്പ്, വളരെ കുറഞ്ഞൊരു കൂട്ടം മാത്രമേ രക്ഷ കണ്ടെത്തുന്നുള്ളൂ, നിത്യജീവൻ കണ്ടെത്തുന്നുള്ളൂ, യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ കണ്ടെത്തുന്നുള്ളൂ, തങ്ങളുടെ ആത്മാവിൻ്റെ അവസ്ഥ തിരിച്ചറിഞ്ഞ് തങ്ങളെ തന്നെ ഒരുക്കുന്നുള്ളൂ എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കമുള്ളത്, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ലൂക്കോസിന്റെ സുവിശേഷം 13:24. ഇടുക്കുവാതിൽ കടപ്പാൻ പോരാടുവീൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുകയാണ്, ഈ ഇടുക്കവും ഞെരുക്കവുമുള്ള വഴി, ചുരുക്കം പേര് കണ്ടെത്തുന്ന ആ ഇടുക്കുവാതിലൂടെ കടക്കണമെങ്കിൽ അത് പോരാട്ടമുണ്ട് എന്ന്. ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവീൻ. വായിക്കാം. പലരും കടപ്പാൻ നോക്കും,
കഴിയുകയില്ല താനും. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഈ ഇടുക്കുവാതിലൂടെ കടക്കണമെങ്കിൽ പോരാട്ടമുണ്ട്, പോരാടണം. മാത്രമല്ല യേശു പറഞ്ഞു, ആ പലരും നോക്കും ആ ഇടുക്കുവാതിലൂടെ കടക്കാൻ, എന്നാൽ കഴിയുകയില്ല താനുമെന്ന്. ദൈവത്തിന് സ്തോത്രം. എന്താണ് കർത്താവ് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ? ഒരിക്കലും ഇടുക്കുവാതിൽ കണ്ടതുകൊണ്ട്, ആ ഇടുക്കവും ഞെരുക്കമുള്ള വഴിയിലൂടെ യാത്ര ആരംഭിച്ചതുകൊണ്ട്, പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിലെ പോരാട്ടങ്ങൾ കൊണ്ട്, മനുഷ്യ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങൾ കൊണ്ട്, നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായി കടന്നു വരുന്ന പ്രതിസന്ധികളും രോഗങ്ങളും പട്ടിണികളും ഒറ്റപ്പെടുത്തലുകളും പാപത്തിന്റെ പ്രലോഭനങ്ങളും, പ്രിയപ്പെട്ടവരെ, പിശാചിന്റെ വേലിയേറ്റവുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, അതിലൂടെ കടപ്പാൻ അനേകർക്കും കഴിയുകയില്ല. അത് കണ്ടെത്തിയത് കൊണ്ടും ആയില്ല, അതിലൂടെ കടക്കാൻ കഴിയുകയില്ല. ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവീൻ, പലരും നോക്കും, കഴിയുകയില്ല താനും. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. ഈ ഇടുക്കവും ഞെരുക്കമുള്ള ആ വഴി നാം കണ്ടെത്തുകയും അത് നാം തിരഞ്ഞെടുക്കുകയും അതിലൂടെ യാത്ര ആരംഭിക്കുകയും ചെയ്യുന്ന നാം അനേകരിന്ന്, പ്രിയപ്പെട്ടവരെ, ഈ പോരാട്ടത്തിൽ തളർന്നു പോയവരാണോ? നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ക്ഷീണിച്ചു പോയവരാണോ? നമ്മുടെ ഹൃദയം പിന്മാറ്റത്തിന്റെ അവസ്ഥയിലാണോ? ഇസ്രായേലിന്റെ ചരിത്രം പറയുമ്പോൾ പറയും, വഴി നിമിത്തം ജനത്തിന്റെ ഹൃദയം ക്ഷീണിച്ചു പോയി എന്ന്. ദൈവമക്കളെ, ഈ പോരാട്ട ജീവിതത്തിൽ നമ്മുടെ ഹൃദയം തളർന്നു പോയിട്ടുണ്ടോ? നമ്മുടെ ഹൃദയം ക്ഷീണിച്ചു പോയിട്ടുണ്ടോ? നമ്മുടെ ആത്മാവിൽ പിന്മാറ്റം വന്നിട്ടുണ്ടോ? നാം വിട്ടുകളഞ്ഞ പാപങ്ങൾ ഏതെങ്കിലും നമ്മെ ഇന്ന് ഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ തീക്ഷ്ണത കുറഞ്ഞു പോയോ എന്ന്? ആർക്കാണ് ഈ പോരാട്ടം അനുഭവിക്കാൻ കഴിയുന്നത്? ഈ ഇടുക്കമുള്ള വഴി തിരഞ്ഞെടുത്തവർക്ക് മാത്രമേ പോരാട്ടം എന്തെന്നറിയാൻ കഴിയുള്ളൂ. ആത്മീയ ജീവിതത്തിലെ പോരാട്ടം തിരിച്ചറിയണമെങ്കിൽ ആത്മീയമായ ഒരു സമർപ്പണവും ക്രിസ്തു ഹൃദയത്തിലേക്ക് വരുന്ന ഒരു അനുഭവം ലഭിച്ചവർക്ക് മാത്രമേ ഈ പോരാട്ടം എന്താണെന്ന്, അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ കേട്ടുവിട്ട് കളയാമെന്നല്ലാതെ ഒരിക്കലും സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഈ നിസ്സാരനായ എൻ്റെ അനുഭവത്തോട് ചേർത്ത് ഞാൻ പറയും, എൻ്റെ 34 വയസ്സ് വരെ ഈ ലോകത്തിലെ എല്ലാ പാപങ്ങളിലും ഒരു യൗവനക്കാരൻ ഒഴുകി നടക്കാവുന്ന എല്ലാ വഴികളിലും നടന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. അന്ന് എനിക്ക് ഒന്നിനും നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. എൻ്റെ ഹൃദയത്തിലൊരു കുറ്റബോധം ഉണ്ടായിരുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഇന്നതേ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്നത് പാടില്ല എന്ന് ഒരിക്കലും എൻ്റെ ഹൃദയം എന്നോട് പറഞ്ഞിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ, ഒരു പോരാട്ടം പാപത്തോടുള്ള, പിശാചിനോടുള്ള, ജഡത്തോടുള്ള, ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളോടുള്ള ഒരു പോരാട്ടം എന്തെന്ന് ഒരിക്കലും ഞാൻ അനുഭവിച്ചിരുന്നില്ല. കാരണം ഞാൻ അതിൻ്റെ എല്ലാം അടിമയായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. എന്നാൽ ദൈവമക്കളെ, എൻ്റെ 34-ാമത്തെ വയസ്സിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചു എന്ന് ഞാൻ പറയും. പ്രിയപ്പെട്ടവരെ, അന്നാണ് ഈ ആത്മീയ ജീവിതത്തിലെ പോരാട്ടം എന്താണെന്ന് ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയത്. ഒരു കാലത്ത് എൻ്റെ കണ്ണിന് ആസ്വാദ്യമായിരുന്നത്, എൻ്റെ ഹൃദയത്തിന് ഇമ്പമായിരുന്നത്, ഞാൻ സംസാരിച്ച് പരിചയിച്ച പലതും, പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹൃദയം എന്നോട് പറയാൻ തുടങ്ങി, അതൊന്നും ഇനി നിനക്ക് പാടില്ല എന്ന്, അതൊന്നും എൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല എന്ന്. കാരണം ഞാൻ നിത്യജീവൻ്റെ വചനമാണ് ഈ കൂട്ടായ്മയിൽ വന്ന് നിരന്തരം കേട്ടുകൊണ്ടിരുന്നത്. എൻ്റെ ഹൃദയം പലപ്പോഴും എന്നെ കുറ്റം വിധിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഹൃദയത്തിൽ വലിയ സംഘർഷം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ പ്രിയപ്പെട്ട യോഹന്നാൻ സാറിൻ്റെ അടുക്കൽ ഞാൻ കടന്നു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ ജീവിതത്തിൽ വലിയ പോരാട്ടമുണ്ട്, എത്ര കാലം ഈ പോരാട്ടം ഉണ്ടാകുമെന്ന്. ദൈവമക്കളെ, അന്ന് പ്രിയപ്പെട്ട ദൈവദാസൻ എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. ജോർജേ, മരണം വരെയും ഒരു മനുഷ്യൻ ശരീരത്തിലിരിക്കുന്ന കാലം അത്രയും ആത്മീയ ജീവിതത്തിൽ പോരാട്ടമുണ്ട് എന്ന്. പിശാച് എന്നും നമ്മോട് പോരാടിക്കൊണ്ടിരിക്കും. നമ്മെ തകർത്ത് കളയുവാൻ അവൻ അധ്വാനിച്ചുകൊണ്ടിരിക്കും. ദൈവമക്കളെ, പിശാചിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, നമ്മുടെ ആത്മവീര്യം കെടുത്തിക്കളയണം. നമ്മെ ലോകമനുഷ്യരെ പോലെ, ഒരു സാധാരണക്കാരനെ പോലെ ആക്കിക്കളയണമെന്ന് ശിംശോനെ കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ ദലീലായുടെ മടിയിൽ അവൻ കിടന്നപ്പോൾ ആ ഫെലിസ്ത്യർക്ക് അവനെ കുറിച്ച് ഒരേ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവൻ്റെ ശക്തിയെല്ലാം ചോർന്നു പോയിട്ട് ഇവനൊരു ശേഷം മനുഷ്യനെ പോലെ ആകണമെന്ന്. ദൈവമക്കളെ, നാം ഓർത്തുകൊള്ളണം, എന്നെയും നിങ്ങളെയും ശേഷം മനുഷ്യരെ പോലെ ഈ ലോകത്തിൽ പാപത്തിലും അശുദ്ധിയിലും ജീവിക്കുന്ന, ദൈവിക ശക്തിയില്ലാത്ത ജീവിതം നയിക്കുന്നവരെ പോലെ നമ്മെ ആക്കിക്കളയണമെന്ന് നിരന്തരം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി അത്വധ്വാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു പിശാചിൻ്റെ മുമ്പിലാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതമെന്ന്. സഹോദര, നീ പോരാട്ട ജീവിതത്തിൽ തളർന്നു പോയവനാണോ? നീ ക്ഷീണിച്ചു പോയവനാണോ? നീ തോറ്റുപോയവനാണോ? നീ തകർന്നു പോയവനാണോ? മകനെ, ഇന്ന് കർത്താവ് നിന്നെ വിളിക്കുകയാണ്. നീ തളർന്നു
പോയി എങ്കിൽ, നീ ക്ഷീണിച്ചു പോയി എങ്കിൽ, നീ വാടിപ്പോയി എങ്കിൽ, ദൈവത്തിലേ നീ തളർന്നിരിക്കണ്ട, നീ ക്ഷീണിച്ചിരിക്കണ്ട. നിന്റെ പിന്മാറ്റങ്ങളെയൊക്കെയും ചികിത്സിച്ച് സൗഖ്യമാക്കുവാൻ കഴിവുള്ളവനായ ഒരു കർത്താവാണ് നമ്മെ വിളിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇടുക്കുവാതിലൂടെ അകത്ത് കിടപ്പാൻ പോരാടുവീൻ, പലരും നോക്കും കഴിയുകയില്ലതാനും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ചിന്തിച്ചിരിക്കുന്നത് ഇതെല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു പോരാട്ടമല്ല. ഇന്ന് മനുഷ്യന് പെട്ടെന്ന് മനസ്സിലാകുന്ന അനേക പോരാട്ടങ്ങളുണ്ട്. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ പോരാട്ടമുണ്ട്. പ്രിയപ്പെട്ടവരെ, അമ്മായിയമ്മയും മരുമകളും തമ്മിൽ പോരാട്ടമുണ്ട്. അപ്പനും മക്കളും തമ്മിൽ പോരാട്ടമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആത്മീയ രംഗങ്ങളിൽ പരസ്പരം കിടമത്സരവും പോരാട്ടമുണ്ട്. മനുഷ്യൻ പരസ്പരം കടിച്ചു കീറുകയും പോരാടുകയും ആരെ തകർത്ത് കളയണമെന്നുള്ള വ്യഗ്രതയോടുകൂടി ജീവിക്കുന്ന ഒരു തലമുറയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യമാണെന്ന് നമുക്ക് വായിച്ചു നോക്കാം. എന്താണ് ഈ പോരാട്ടം, ആരോടാണ് പോരാട്ടമെന്ന് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ജഡവും മാംസവും രക്തവുമുള്ള മനുഷ്യരോടല്ല. ഒരു ആത്മീയന് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. വായിച്ചോ. വാഴ്ചകളോടും അധികാരങ്ങളോടും വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്ര. പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിയുടെ പോരാട്ടം, ഒരു ഭക്തന്റെ പോരാട്ടം അതാണ്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. പ്രിയപ്പെട്ടവരെ, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും മനുഷ്യൻ തിരിച്ചറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മോട് പോരാടുന്നത് ചിലപ്പോൾ മനുഷ്യരായിരിക്കാം, നമ്മെ എതിർക്കുന്നത് ചിലപ്പോൾ മനുഷ്യരായിരിക്കാം. എന്നാൽ നാം അറിഞ്ഞുകൊള്ളണം, അവരിലൂടെ പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക ശക്തിയുണ്ട് എന്ന്. ആത്മീയനെ തകർത്ത് കളയുവാൻ, നമ്മുടെ ആത്മവീര്യം കെടുത്തി കളയുവാൻ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പോരാട്ടമുള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ദൈവമക്കളെ, നിങ്ങൾ ചിന്തിക്കണം, ഒരു പോരാട്ടവും നിങ്ങളുടെ ജീവിതത്തിലെങ്കിൽ നിങ്ങളൊന്ന് ഉറച്ചുകൊള്ളുക, നിങ്ങൾ ആത്മീയ ജീവിതം തുടങ്ങിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വാക്കിലൊരു തെറ്റ് പറ്റിയാൽ, നിങ്ങൾക്കൊരു കോപം വന്നാൽ, നിങ്ങൾക്ക് അശുദ്ധമായ ചിന്ത വന്നാൽ, നിങ്ങൾ അവിഹിതമായ കാര്യങ്ങളിൽ എന്തെങ്കിലും ഇടപെട്ടാൽ, നിങ്ങളുടെ ക്രയവിക്രയങ്ങൾ സത്യസന്ധതയില്ലാതെ ഇടപെട്ടാൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു കുറ്റബോധം വരുന്നില്ല എങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പാപബോധം തരുന്നില്ല എങ്കിൽ, നിങ്ങളൊന്ന് ഓർത്തുകൊള്ളുക, നിങ്ങൾ ആത്മീയ ജീവിതം തുടങ്ങിയിട്ടില്ല. നിങ്ങളുടെ ആത്മാവ് മരിച്ചിരിക്കുകയാണ്. നിങ്ങൾ ക്രിസ്തീയ ജീവിതം ഇതുവരെയും തുടങ്ങിയിട്ടില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിലെ പോരാട്ടം അനുഭവിക്കുന്നത് ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അവരോടാണ് പിശാചെറുക്കുന്നത്. കോടാനുകോടി ജനങ്ങൾ ഈ ഭൂമിയിൽ ഇഷ്ടം പോലെ ജീവിക്കുന്നു. അവരെ ആരും പിശാച് ലക്ഷ്യം വെച്ച് നടക്കുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഭൂമിയുടെ കോണിൽ അങ്ങും ഇങ്ങും ഇരുന്ന് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് കറപറ്റാതെ ജീവിക്കണമെന്ന് നിഷ്ഠയും സമർപ്പണമുള്ള ആരെങ്കിലും ഉണ്ടോ എന്നാണ് പിശാച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവൻ ഭൂമിയിലൊക്കെയും ഊടാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവരെ തകർത്ത് കളയുവാൻ, അവരുടെ വിരുദ് തെറ്റിക്കുവാൻ, അവരുടെ ലക്ഷ്യം തെറ്റിക്കുവാൻ. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിരുദ് തെറ്റിപ്പോയിട്ടുണ്ടോ എന്ന് കർത്താവ് പറഞ്ഞു. പലരും നോക്കും കഴിയുകയില്ലതാനും. കർത്താവ് മുമ്പേ പറഞ്ഞു, ആ വഴി കണ്ടെത്തുന്നവര് ചുരുക്കമാണെന്ന്. രക്ഷയെക്കുറിച്ച് വചനം നമ്മെ പഠിപ്പിക്കുന്നതാണ്. രക്ഷയുടെ വഴി കണ്ടെത്തുന്നവര് ചുരുക്കമാണെന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിൽ ഒരു ഭൂരിപക്ഷം പേരും ദൈവരാജ്യത്തിലെത്തുമെന്നല്ല, അത് കണ്ടെത്തുന്നവര് ചുരുക്കമാണെന്നാണ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിച്ചേക്കാം. വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. പ്രിയപ്പെട്ടവരെ, വിളി കിട്ടിയവർ അനേകരുണ്ടെന്ന്. വിളിക്കപ്പെട്ടവർ അനേകര്, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം അത്രേ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, വിളി കിട്ടുന്നവർ അനേകരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആത്മീയ ജീവിതം തുടങ്ങുന്നവർ അനേകരുണ്ട്. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവര്, പ്രിയപ്പെട്ടവരെ, അന്ത്യത്തോളം നിൽക്കുന്നവര് ചുരുക്കമാണെന്ന്. ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണോ എന്ന് കർത്താവിനോട് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞു, അനേകർക്ക് വിളി കിട്ടിയിട്ടുണ്ട്, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കമാണെന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ചുരുക്കം പേര് തിരഞ്ഞെടുക്കപ്പെടുന്നുള്ളൂ.
ദൈവത്തിന് സ്തോത്രം. ആത്മാവിനെക്കുറിച്ച് മനുഷ്യനെന്ന് ഒരു ചിന്തയുമില്ല, ഒരു കരുതലുമില്ല, എങ്ങനെയും ജീവിക്കാമെന്ന്. പ്രിയപ്പെട്ടവരെ, ഒരു മരണമുണ്ടെന്നും മരണത്തിനപ്പുറം ഒരു നിത്യതയുണ്ടെന്നും അത് യേശുക്രിസ്തുവിനോടുകൂടെ ജീവിക്കണമെന്നും ദാഹമുള്ളവർ തുലവും കുറഞ്ഞു പോയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വെളിപ്പാട് പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് പുനരുത്ഥാനത്തെക്കുറിച്ച്. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 2 പുനരുത്ഥാനമുണ്ടെന്ന് വെളിപ്പാട് പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത്തെ പുനരുത്ഥാനം വിശുദ്ധന്മാരുടെ പുനരുത്ഥാനമാണ്. രണ്ടാമത്തെ പുനരുത്ഥാനം ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ എടുക്കപ്പെടാത്ത എല്ലാവരുടെയും പുനരുത്ഥാനമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ ദേശത്തൊരിക്കൽ ഒരു ദൈവദാസനൊരു ബൈബിൾ ക്ലാസ് എടുത്തപ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഈ പുനരുത്ഥാനത്തിൽ ആത്മാക്കൾ എഴുന്നേറ്റ് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറഞ്ഞു, വിശുദ്ധന്മാരെല്ലാം നമുക്കൊക്കെ പരിചയം കാണും. നമ്മുടെ ദേശത്തൊക്കെ ധാരാളമുള്ള മഴക്കാലത്ത് കാണുന്ന ഈയലെന്ന് പറയുന്ന പ്രാണി, അത് പെട്ടെന്നൊരു സമയത്ത് ഭൂമിയുടെ അടിയിൽ നിന്ന് ദ്വാരത്തിലൂടെ കടന്ന് ധാരാളമായി വന്ന് കൂട്ടം കൂട്ടമായി പറന്നു പോവുകയാണ്. ആ ഭക്തൻ പറഞ്ഞു, വിശുദ്ധന്മാര് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവര് അവര് പറന്നുയരുമെന്ന്. ആ ഈലുകൾ പറന്നുയരുന്നത് പോലെ അവര് ചിറകടിച്ച് പറന്നു പോകുമെന്ന്. എന്നാൽ അദ്ദേഹം രണ്ടാമത്തെ പുനരുത്ഥാനത്തിൽ എഴുന്നേറ്റ് വരുന്നവരെ കുറിച്ച് അതിനോട് ചേർത്ത് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഈല് ഒന്നിച്ച കൂട്ടം കൂടി പറന്നു വരുമ്പോൾ നാം കണ്ടിട്ടുള്ളവർക്കറിയാം, അതിൽ അനേക എണ്ണങ്ങളുടെ ചിറക് എങ്ങനെയോ നഷ്ടപ്പെട്ടു പോകും. പ്രിയപ്പെട്ടവരെ, അവർക്കും പറക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവർ വ്യഗ്രതയോടെ പരതി നടക്കുന്നുണ്ടെന്നാൽ അവർക്ക് ചിറകില്ല. ദേവദാസനെന്ന് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ പുനരുത്ഥാനത്തിൻ്റെ അവസ്ഥ അതുപോലെയാണെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. അതങ്ങനെ തന്നെയാണോ? അല്ല, നമുക്ക് ചിന്തിക്കാമെന്ത്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പ്രത്യാശയുടെ ചിറകടിച്ച് ഭക്തന്മാര് കർത്താവായ യേശുക്രിസ്തുവിനെ എതിരേൽക്കുവാൻ മധ്യാകാശത്തിൽ എടുക്കപ്പെടുമെന്ന്. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ പുനരുത്ഥാനത്തിൽ എഴുന്നേറ്റ് വരുന്നവർ അത് നിരാശയും പല്ലുകടിയുമുള്ള അനുഭവത്തിലേക്ക് കടന്നു പോകുമെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞു, ഇടുക്കമുള്ള വഴിയും ഞെരുക്കമുള്ള വാതിലുമുണ്ട്, വീതിയുള്ള വഴിയും പ്രിയപ്പെട്ടവരെ വീതി കുറഞ്ഞ വാതിലുമുള്ള വഴിയുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. 2 വിധത്തിലാണ് മനുഷ്യനെന്ന് ജീവിക്കുന്നത്. 2 അനുഭവത്തിലാണ് ഈ ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കുന്നത്. നാം ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ അനേക രീതിയിൽ മനുഷ്യനെ തരംതിരിക്കുന്നുണ്ട് ഭൂമിയിൽ. വിദ്യാഭ്യാസമുള്ളവർ, സൗന്ദര്യമുള്ളവർ, നല്ല ജീവിത നിലവാരമുള്ളവർ, ജാതിയുടെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ടവരെ പലവിധമായ അടിസ്ഥാനങ്ങളിൽ മനുഷ്യനെ തിരിക്കുന്നുണ്ടെന്നാൽ യേശുക്രിസ്തുവിൻ്റെ വചനം മനുഷ്യനെ സാമൂഹികമായോ സാമൂഹികമായോ വിദ്യാഭ്യാസപരമായോ സാംസ്കാരികപരമായോ ഒന്നും തിരിച്ചിട്ടില്ല. 2 കൂട്ടര്. പ്രിയപ്പെട്ടവരെ, ആ ഇടുക്കുവാതിലൂടെ അകത്ത് കിടക്കാൻ പോരാട്ട ജീവിതം നയിക്കുന്നവര്, മറ്റൊന്ന് ഈ വിശാലമായ വഴിയിലൂടെ അനേകായിരങ്ങൾ ഒഴുകിപ്പോകുന്ന നാശത്തിൻ്റെ വഴിയിലൂടെ ജീവിക്കുന്നവര്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, നാം ചിന്തിക്കണം, ഞാൻ അതിലേത് കൂട്ടത്തിലാണെന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലായി അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ അവിടെ പറയുന്നുണ്ട്, എനിക്ക് അനേക ക്വാളിറ്റികൾ ഉണ്ടായിരുന്നു, വലിയ ഡിഗ്രികളുണ്ടായിരുന്നു, യഹൂദ മതത്തിൽ എനിക്ക് സ്വാധീനമുണ്ടായിരുന്നു, ഞാൻ മതപണ്ഡിതനായിരുന്നു. അതൊന്നും വിശദീകരിക്കുന്നില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, അതൊക്കെ ഒരു കാലത്ത് ലാഭമായി അല്ലെങ്കിൽ നല്ല ശ്രേഷ്ഠതയായി വിചാരിച്ച് അതിലെല്ലാം ഊറ്റം കൊണ്ട് അഹങ്കരിച്ച് നടന്ന ശൗലെന്ന ചെറുപ്പക്കാരൻ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് തൻ്റെ ജീവിതം ക്രിസ്തുവിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ താഴോട്ട് പറയുന്നതാണ്, വായിക്കാം. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ അതുവരെ എനിക്ക് എന്തെല്ലാം ലാഭമായിരുന്നോ, ശ്രേഷ്ഠതയുള്ളതായിരുന്നോ, അഭിമാന വിഷയങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, ക്രിസ്തു നിമിത്തം എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അന്നത്തെ എൻ്റെ ജീവിതം നഷ്ടമായിരുന്നു, എൻ്റെ ഡിഗ്രികൾ വ്യർത്ഥമായി പോയി, യഹൂദ സഭയ്ക്ക് വേണ്ടി ഞാൻ പോരാടിയതും പൊരുതിയതും, ദൈവമക്കളെ കൊന്നാൽ
കൂട്ടുനിന്നതും അവരെ ബന്ധിക്കാനുള്ള അധികാരപത്രമായി യാത്ര ചെയ്തതും ഞാൻ വീറോടെ പൊരുതിയതെല്ലാം വ്യർത്ഥമായി പോയിരുന്നു. അതെല്ലാം ഇന്നെനിക്ക് ഛേദമെന്ന് ഞാൻ എണ്ണുകയാണ്. അതെല്ലാം ഞാൻ കുരിശിൻ്റെ വീട്ടിൽ ഇറക്കി വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലായി അപ്പോസ്തലൻ പഴയതെല്ലാം വിട്ട് പുതിയതിലേക്ക് കാലെടുത്ത് വെച്ചു. പ്രിയപ്പെട്ടവരെ, എന്നാൽ അതുകൊണ്ട് തീരുന്നില്ല. 3-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിക്കാം. അത്രയുമല്ല, ആ. എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ അത്രയുമല്ലാതെ ഞാൻ ശ്രേഷ്ഠത ഒരിക്കലായി എല്ലാം ഉപേക്ഷിച്ച് ചവറയെന്ന് എണ്ണി മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. ഇപ്പോഴും ഞാൻ എല്ലാം ഛേദമെന്ന് എണ്ണിക്കൊണ്ടാണ് ജീവിക്കുന്നത്. എല്ലാം നഷ്ടമാണ്. ഈ ലോകത്തിൽ എനിക്കുണ്ടായിരുന്നതെല്ലാം ഛേദമെന്ന് ഞാൻ ഒരിക്കലെണ്ണി പോരാ, അതൊന്നും ഞാൻ തിരിച്ചെടുത്തിട്ടില്ല. ഇന്നും യേശുക്രിസ്തുവിനെ ഞാൻ അറിയും തോറും എല്ലാം ഛേദമെന്ന് എൻ്റെ ഹൃദയത്തിൽ ഞാൻ എണ്ണുകയാണെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. 11-ാമത്തെ വാക്യം വായിക്കാം. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും അത് അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ല വിധേനയും ആ. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചും വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്നുള്ള എൻ്റെ ഹൃദയത്തിലെ വാഞ്ച കൊണ്ട് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്ന് എണ്ണുന്നു. ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. ദൈവമക്കളെ, എന്നും ജീവിതത്തിൽ എന്നും എല്ലാം ചവറാണ്. ഈ ലോകത്തിലെ നേട്ടങ്ങൾ, ഈ ലോകത്തിലെ പ്രശസ്തികൾ, എൻ്റെ കഴിവുകൾ, ഡിഗ്രികൾ എല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണി ഒരു ലക്ഷ്യത്തിലേക്ക് ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ത്? യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ എനിക്ക് വിശുദ്ധന്മാരോടുകൂടെ എഴുന്നേൽക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു നിർണായക വാക്യമുണ്ട്. അതിൽ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളതൊക്കെയും മറന്ന് മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ, ഓട്ടം തുടങ്ങിയ സഹോദര, നീ ഒരിക്കലും ഓട്ടം നിർത്തരുത്. നിന്റെ ഹൃദയത്തിലെ തീരുമാനങ്ങളിൽ നിന്ന് ഒരിക്കലും പുറകോട്ട് പോകരുത്. എന്ത് പോരാട്ടം വന്നാലും, എന്തെല്ലാം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വന്നാലും സഹോദര, നീ ഓട്ടം നിർത്തരുത്. ഒരിക്കൽ വിട്ടതൊന്നും തിരിച്ചെടുക്കരുത്. ഒരിക്കൽ ഉപേക്ഷിച്ചതൊന്നും നിന്നെ കീഴടക്കാൻ ഇടവരരുത്. കൃത്യതയോടെ, നിഷ്ഠതയോടെ കുരിശിലേക്ക് നോക്കി അരുമ മണവാളനായ യേശുക്രിസ്തുവിന്റെ വരവില് എനിക്ക് എടുക്കപ്പെടണമെന്നുള്ള ആ നിർണയത്തോടെ നമുക്ക് ജീവിക്കണം. ദൈവത്തിന് സ്തോത്രം. 1 പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ പെട്ടകത്തില് അല്പജനം എന്ന് വെച്ചാൽ 8 പേര് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ എന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, നോഹയുടെ പെട്ടകത്തില് നോഹയും അവൻ്റെ ആൺമക്കളും അവരുടെ ഭാര്യമാരും നോഹയുടെ ഭാര്യയും അങ്ങനെ 8 പേര് മാത്രം. എത്രയോ ജനങ്ങളുള്ള തലമുറയിൽ പ്രിയപ്പെട്ടവരെ എല്ലാം നാശത്തിലേക്ക് പോയി. രക്ഷയുടെ പെട്ടകം ഒരുങ്ങിയിരിക്കുന്നു. ദൈവമക്കളെ, ഇന്ന് കൃപയുടെ പെട്ടകം തുറന്നു വെച്ചാണ് യേശുക്രിസ്തുവിന്റെ വചനം മനുഷ്യവർഗത്തെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ സ്നേഹം, ദൈവത്തിലേ നിന്റെ ഹൃദയം എനിക്ക് തരാമോ എന്ന്, നിന്റെ ജീവിതം എനിക്ക് തരാമോ എന്ന്, തിന്മ വരട്ടിക്കളഞ്ഞ, പാപം വരട്ടിക്കളഞ്ഞ, അശുദ്ധിയുടെ അടിമയായി പോയ, തകർന്നുപോയ നിന്റെ ഹൃദയം എനിക്ക് തരാമോ എന്ന് ദൈവക്കളെ ആർക്കും പുതുക്കി വരാൻ കഴിയാത്ത, ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത നിന്റെ ജീവിതം യേശുവിന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുത്താൽ അവൻ നിന്നെ പുതുക്കിമയും. ദൈവത്തിലെ നീ കേട്ടുകൊള്ളുക, നിനക്ക് ശോഭനമായ ഒരു ഭാവിയുണ്ട്. യേശു നിന്നെ മാടി വിളിക്കുകയാണ്. യേശു ക്രിസ്തു നിന്നെ സ്നേഹിക്കുകയാണ്. ദൈവമക്കളെ, ക്രിസ്തുവിന്റെ സ്നേഹമാണ് ആത്മാവിന്റെ രക്ഷയെക്കുറിച്ചും ഇടുക്കുവാതിലിനെ കുറിച്ചും ഞെരുക്കമുള്ള വഴികളെക്കുറിച്ചും നമ്മെ ഇന്ന് കേൾപ്പിച്ചത്. നമുക്കൊരു നിമിഷം കുരിശിലേക്ക് നോക്കാം. നമുക്ക് കർത്താവിനോടൊരു വാക്ക് പറയാം. കർത്താവേ, ഈ ഇടുക്കവും ഞെരുക്കമുള്ള പാതയിലൂടെ അന്ത്യത്തോളം ഓട്ടം ഓടി തികച്ച് അവിടുത്തെ രാജ്യത്തിലെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് അതിനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് നാമം മഹത്വപ്പെടുമാറാട്ടെ.